അഭിപ്രായം വി ഡി സതീഷിന്റെ പ്രൊമോഷൻ മാത്രമായിട്ടാണ് നീ വന്നേക്കുന്നത്. ബാക്കി ഇതിന്റേതും ബാക്കി മന്ത്രിമാരുടെയും ഒരു ബേസിക് മര്യാദ എന്നുള്ള രീതിയിൽ മാപ്പ് ചോദിക്കാന്ന് പറയും. നിലപാട് അല്ല ഞാൻ പറഞ്ഞത് നാട്ടിൽ പോകാൻ പറ്റില്ല. നാട്ടിലെ വോട്ട് രാജാക്കാടായിരുന്നു. നാലാം തീയതി പ്രതീക്ഷ എന്താണ്? കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാനെന്ത് പറയാനാ ബ്രോ, അത് കേരളത്തിന്റെ അവസ്ഥ എന്ത് വന്നാലും അതിൽ കുറച്ച് പേര് സാറ്റിസ്ഫൈഡ് ആണ്, കുറച്ച് പേര് സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പൊ കേരളത്തിന്റെ വോട്ടിംഗ് ആയാലും ബിഗ് ബോസിന്റെ ഇതായാലും എന്തൊരു കാര്യമായാലും ഇലക്ഷൻ അല്ലെങ്കിൽ വോട്ടിംഗ് ബേസിസ് വരുമ്പോൾ അതിൽ അങ്ങനെ വരും. കുറച്ച് പേർക്ക് സന്തോഷം, കുറച്ച് പേർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. 10 വർഷത്തെ ഭരണത്തിൽ എങ്ങനെയാണ്? സന്തോഷമാണ്. ഞാൻ പൊളിറ്റിക്കലി അങ്ങനെ ഒരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിന് വികസനം തോന്നുന്നുണ്ട് ഒരു 10 വർഷത്തെ വികസനങ്ങളുണ്ടല്ലോ. 10 വർഷം ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിലും അല്ല, ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. പോരായ്മകളും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ആര് ഭരിച്ചാലും ആര് ചെയ്താലും ഒക്കെ വരും. സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും ഉണ്ടാവും. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ പ്രതിപക്ഷം ഭരണത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ ഒരു കെൽപ്പുള്ള ഒരാൾ ആരാണ്? അതാരായാലും എന്റെ ഒരു വാക്കിലല്ലല്ലോ. വി ഡി സതീശൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും UDF-ല്? നീ ഏതാ പാർട്ടി? ഞാൻ പാർട്ടിയില്ല. ഇല്ല, അപ്പൊ എനിക്ക് പാർട്ടി ഇല്ല. അല്ല, വി ഡി സതീശൻ ആരാന്നറിയില്ലേ? ഓനെ എവിടെ കമന്റ് പറയണം, എവിടെ ആൻസർ പറയണ്ടെന്നുള്ളത് എനിക്കറിയാം. എനിക്ക് പൊളിറ്റിക്കലി ഞാൻ കുറിച്ചിട്ട് എന്താണ് മൊത്തത്തിൽ അഭിപ്രായം? വി ഡി സതീഷിന്റെ പ്രൊമോഷൻ മാത്രമായിട്ടാണ് നീ വന്നേക്കുന്നത്. ബാക്കി ഇതിന്റേതും ബാക്കി മന്ത്രിമാരുടെയും പിണറായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ആവണം വി ഡി സതീശൻ എന്ന പേര്. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ നീ ഏതാ? നീ കമ്മ്യൂണിസ്റ്റ് ആണ്? അല്ലല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല. ഞാൻ പാർട്ടിയില്ല. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത് കാണാൻ ആൾക്കാർക്ക് ത്വരയാണ്. വി ഡി സതീശൻ വിഷമത്തില്ലേ? ഇത് തന്നെയാണ് ഇപ്പൊ എന്ത് പറഞ്ഞാലും. കുറച്ച് പേർക്ക് അതില് തൃപ്തിയുണ്ട്, കുറച്ച് പേർക്ക് അസംതൃപ്തി ഉണ്ട്. അത് ഇപ്പൊ ഏത് പാർട്ടി വന്നാലും അങ്ങനെയാണ്. പിന്നെ നമുക്ക് എന്താ പറയണേ, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും പാർട്ടി എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ എന്താ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അവർക്ക് യുക്തിപരമായി തോന്നിയതിൽ പലർക്കും പല യുക്തിയാണ്, പല തീരുമാനങ്ങളാണ്. ഞാൻ ഒരു ഇതിനെ പറ്റിയും കമന്റ് ചെയ്യുന്നു. പൊളിറ്റിക്സ് ഒന്ന് മാറ്റി നിർത്തിയിട്ട് വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അഖിൽമാരാർ കുറച്ച് മുന്നേ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് പ്രസവം ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അതിനെ ഹോസ്പിറ്റലാണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ ആളിലേക്ക് എത്തുന്നതാണ് പറയുന്നത്. അതിനോട് എന്താ പറയാനുള്ളത്? അതിന് ശേഷം അഖിൽമാരാർ ഭയങ്കര വിമർശനങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിൽ. സ്റ്റിൽ എയറിലാണ്. എന്താണ് പറയുന്നത്? അതിനുശേഷം എന്നാണ് പറയേണ്ടത്. ഇതിന് മുമ്പും കുറേ കാര്യങ്ങൾ അതുപോലെ യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതിലിപ്പോ ഓൾറെഡി ആൾക്കാർ കുറെ ചർച്ച ചെയ്ത് എയറിലാക്കി വെച്ചിരിക്കാൻ നിങ്ങൾ തന്നെ പറഞ്ഞു. എയറിലാണ് ഇപ്പോഴും. അതിൽ ഇപ്പം നമുക്ക് തെറ്റ് പറ്റാത്ത ആൾക്കാരില്ല. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരു ബേസിക് മര്യാദ എന്നുള്ള രീതിയിൽ മാപ്പ് ചോദിക്കാന്ന് പറയും. നിലപാട് അല്ല ഞാൻ പറഞ്ഞത്. തെറ്റ് പറ്റാ നിലപാടുണ്ടോ? ഈ ക്വസ്റ്റ്യനെ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ നീ ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? എല്ലാം മാർക്കറ്റിംഗ് ആണ്. ആളുടെ പേര് പറയണം, അല്ലെങ്കിൽ ആളുടെ പേര് സോഷ്യൽ മീഡിയയിൽ നെഗറ്റിവിറ്റി കൊണ്ടിട്ട് പോപ്പുലർ ആവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഈസി വേ. ഒരു കാശ് മുടക്കും ഇല്ല, തൊലിക്കെട്ടി മാത്രം മതി. അതാണ് ഇപ്പൊ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ട്രെൻഡ്. കഴിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ബുദ്ധിയോ ബോധമോ ഒന്നും വേണ്ട, തൊലിക്കെട്ടി മാത്രം മതി. എന്തെങ്കിലും ചെയ്യുക, ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുക, റീച്ച് ആവുക, സോഷ്യൽ മീഡിയയിൽ കാശ് ഉണ്ടാക്കുക. അതായിരിക്കും പലരുടെയും തീരുമാനങ്ങളും പ്രവൃത്തിയും. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് കണ്ട് വരും തലമുറയും കണ്ടു പഠിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കുറേ കഴിവും കാര്യങ്ങളും കഷ്ടപ്പാടും ടാലൻ്റുള്ള കുറേ കലാകാരന്മാരും കായിക താരങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും കിട്ടാത്ത പ്രൊമോഷനാണ് നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്നത്. പ്രൊമോട്ട് ചെയ്യാനുള്ള അർഹത അഖിൽമാരാർക്കില്ല. പ്രൊമോട്ട് ചെയ്യാനുള്ള അർഹത അഖിൽമാരാർക്കില്ല എന്നാണ് പറഞ്ഞത്. പ്രൊമോട്ട് ചെയ്യാൻ അഖിൽമാരാരുടെ പേര് ചർച്ച ആവരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ചർച്ച ആവരുതെന്നല്ല, ചർച്ച ആവാനല്ലെങ്കിൽ എന്തിന് ഇത്തരത്തിലുള്ള എപ്പോഴും മീഡിയ കമ്മിറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു, തെറ്റാണ് എന്ന് മനസ്സിലാക്കി പോയിന്റിൽ വന്ന് ക്ഷമ പറയണോ? അല്ലാതെ അതിനെ തിരുത്തി വീണ്ടും മാർക്കറ്റിംഗ് പോലെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ മുഴുവൻ എന്നെപ്പറ്റി ചർച്ച ചെയ്യണം എന്നുള്ള തോട്ടല്ലേ?
ഒരൊറ്റ ചോദ്യം. ഈ പ്രവീൺ പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൽമാരായേക്കാൾ ബെറ്റർ അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് എന്താ പറയുന്നത്? നേരത്തെ കുറച്ച് നേരം മുമ്പ് പറഞ്ഞത് ഞങ്ങളോട്. ഈ ഒരു കാഴ്ചപ്പാടല്ലായിരുന്നല്ലോ കുറെ നാൾ മുമ്പ് മലയാളികൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങുമ്പോ അല്ലേ? അപ്പൊ ആൾക്കാരെ മനസ്സിലാക്കാനും ആൾക്കാരെ ഇതാക്കാനും നിങ്ങൾ മുമ്പ് വിശ്വസിച്ചിരുന്നതോ കണ്ടതോ അല്ല എന്നുള്ളത് കാലം തെളിയിക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാം വെയിറ്റ് ആൻഡ് വാച്ച്. എല്ലാവരുടെയും തനി സ്വഭാവവും തനി രൂപവും കാലം കൊണ്ട് തെളിയിക്കും. പിന്നെ അതിന് നിങ്ങളൊരു വലിയ കാരണമാകുന്നു എന്ന് മാത്രം മീഡിയ. പിന്നീട് സുഹൃത്താണല്ലോ രേണുവിന്റെ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു രേണു ചേച്ചി മാത്രമല്ല എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ രേണുവിന്റെ ഒരു മോശപ്പെട്ട രീതിയിലുള്ള കുറെ ചാറ്റുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടായിരുന്നോ? രേണുവിന്റെ എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ രേണു ചേച്ചിയുടെ കുറെ ആക്ടിങ്ങിൻ്റെതും അതിൻ്റെ ഇതിൻ്റെയൊക്കെ കാണാറുണ്ട്. അങ്ങനെ ജസ്റ്റ് കാണാറുള്ളൂ. മറ്റേ കമന്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല. എന്താ അത്? അതായത് സബ്സ്ക്രിപ്ഷന്റെ ഉള്ളിൽ വരുന്ന മോശപ്പെട്ട ചാറ്റിങ്. അതായത് ഞാൻ പറഞ്ഞേ രേണു ചേച്ചി എൻ്റെ ഫ്രണ്ടായത് ബിഗ് ബോസിൽ പോയതോടുകൂടിയാണ്. ബിഗ് ബോസിലുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ടാണ്. ബട്ട് അതിലുപരി ആ ഒരാളെ പേഴ്സണലി പോയി എന്തെങ്കിലും പറഞ്ഞ് നന്നാക്കാനോ അല്ലെങ്കിൽ അത് തെറ്റാണ് ചേച്ചി ഇത് ശരിയാണെന്ന് പറയാനുള്ള സ്പേസ് എനിക്കില്ല. അത് അവരുടെ ഇഷ്ടം, അവരുടെ സ്പേസ്. ഇരുന്ന് ഞാൻ ക്ഷീണിച്ച് 2 ബിരിയാണി കഴിച്ചു. അതെ, എനിക്ക് ഹെലികോപ്റ്റർ ഒന്നും ഇല്ല, മനസ്സിലായി. നിനക്ക് ബോധവും ഇല്ല.